ഒരുപക്ഷെ ഇന്ന് പെയ്തിറങ്ങുന്ന മഴയേക്കാൾ അധികം നിഷ്കളങ്ക രക്തം നമ്മുടെ മണ്ണിൽ ചൊരിയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കുക സാധ്യമല്ല. ജീവൻ നൽകുന്നത് ദൈവമാണ്. ദൈവം നിശ്ചയിക്കുന്നിടത്തോളം കാലം മനുഷ്യന് ഈ ലോകത്തിൽ ജീവിക്കണം. അവൻ്റെ അവകാശമാണ്. അവനെപ്പറ്റിയുള്ള പദ്ധതികളുണ്ട്. ഈ ജീവജാലങ്ങളുണ്ട്. ജീവജാലങ്ങൾക്ക് ദൈവം തന്നെയാണ് ജീവൻ നൽകിയത്. അപ്പോൾ ജീവനുള്ളതിനെയെല്ലാം സംരക്ഷിക്കാൻ ഉള്ള ഉത്തരവാദിത്വം എന്നാൽ അടിസ്ഥാനപരമായി മനുഷ്യജീവനാണ് പ്രധാനം. കാലം മാറി, ഭീകരത വർദ്ധിച്ചു. മുഖം കാണാതെ ഉദരത്തിൽ വളരുന്ന കൊച്ചു കുഞ്ഞിനെ കൊല്ലാൻ തയ്യാറായ തലമുറ വ്യത്യസ്തമായ തലങ്ങളിൽ പോർമുഖങ്ങൾ തുറക്കാനും മനുഷ്യനെ സംഹരിക്കാനും ഇടയായി തീർന്നു, തയ്യാറായി. മനുഷ്യനിൽ തന്നെ ഭീകരത വളരുന്നതിനുള്ള അടിസ്ഥാനപരമായ കാരണം അതാണ്. അത് എവിടെ നിഷ്കളങ്ക രക്തം ചൊരിയപ്പെടുന്നു അത് ശാപഭൂമിയായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടെന്താണ് ഈ പ്രകൃതി ദുരന്തങ്ങളെ സംബന്ധിച്ചായാലും പലതരത്തിലുള്ള ഏറ്റുമുട്ടലുകളെ സംബന്ധിച്ചായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രകൃതിയിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചായാലും അതിനൊക്കെ മുഖ്യ കാരണമായി നാം കണ്ടെത്തേണ്ടത് ജീവനെ അവഗണിക്കാനും ജീവന് വില കൽപ്പിക്കാനും തയ്യാറാകാത്ത ഒരു തലമുറ വളർന്നു വന്നു എന്നുള്ളതാണ്. നമ്മുടെ കുടുംബങ്ങളൊക്കെ ഛിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ മുൻഗണനകൾ മാറി. മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, എൻ്റെ നാട്, എൻ്റെ തലമുറ, എൻ്റെ സഭ, ആ വികാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളവരോട് കരുണ കാണിക്കാനുള്ള ആർദ്രത നഷ്ടപ്പെട്ടു. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ മനസാക്ഷി വല്ലാതെ മരവിച്ചു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ആരംഭം എന്ന് പറയുന്നത്, തുടക്കം എന്ന് പറയുന്നത്, അതിൻ്റെ കാരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവ പദ്ധതിക്ക് വിരുദ്ധമായി മനുഷ്യൻ ജീവൻ്റെ മേൽ കടന്നുകയറ്റം നടത്താൻ തയ്യാറായി എന്നുള്ളത് തന്നെയാണ്. ഒരു തിരിച്ചുവരവ് അനിവാര്യമാണ്. അല്ലെങ്കിൽ കൂടുതൽ ദുരന്തങ്ങളിലേക്കാണ് നാം മാറിക്കൊണ്ടിരിക്കുന്നത്. ജീവനുണ്ടാകുവാനും ഒരു സമൃദ്ധിയായി ഉണ്ടാകുവാനും വന്ന രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ തുടർച്ചയാണ് സഭ. അപ്പോൾ ആ ജീവനെ പോഷിപ്പിക്കുക എന്നുള്ളത് സഭയുടെ അടിസ്ഥാന ദൗത്യമാണ്. ആ ദൗത്യ നിർവഹണത്തിലാണ് ഈ അവസരത്തിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ കത്തോലിക്ക സഭ KCBCയുടെ ആഭിമുഖ്യത്തിൽ പ്രോ ലൈഫ് പ്രസ്ഥാനം, പ്രോ ലൈഫ് സമിതി, നമ്മുടെ കുടുംബ പ്രേക്ഷിതത്വത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സമിതി ജീവൻ്റെ മഹത്വം പ്രഘോഷിച്ചുകൊണ്ടുള്ള വ്യത്യസ്തമായ ബോധവൽക്കരണ പദ്ധതികളുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ മുൻഗണനകളെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ ഈ ലോകവും ഈ ലോകത്തിലെ സുഖഭോഗങ്ങളും അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രബോധനം സ്വീകരിക്കാൻ പോലും മനുഷ്യൻ വിമുഖത കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയും പ്രായശ്ചിത്തവും ഉപവാസവും അതുപോലെ തന്നെ വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെയുള്ള അവർ പ്രബോധനങ്ങളുമായി ഈ ശുശ്രൂഷ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ജൂലൈ മാസം 2-ാം തീയതി കാഞ്ഞങ്ങാട്ടത്തിൽ നിന്നും ആരംഭിച്ച സഭയുടെ ആ ഒരു ബാനറിൽ പ്രോ ലൈഫ് സമിതി ആരംഭിച്ചിരിക്കുന്ന ഈ യാത്ര ഇപ്പോൾ പത്തനംതിട്ടയിലെത്തി. ഈ ഭൂപ്രദേശത്തെ സംബന്ധിച്ച് എനിക്ക് വളരെയേറെ നൊമ്പരമുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ 14 ജില്ലകളിൽ ഈ ജനനിരക്ക് കുറയുന്നു, ധാരാളമായി നമ്മുടെ കുടുംബാംഗങ്ങൾ വിദേശങ്ങളിലേക്ക് കുടിയേറുന്നു. അങ്ങനെ അടഞ്ഞുകിടക്കുന്ന ഭവനങ്ങളും കൃഷി ചെയ്യാതെ കിടക്കുന്ന കൃഷിയിടങ്ങളും ഏറ്റവും അധികം ഉള്ള ജില്ല പത്തനംതിട്ട ജില്ലയാണ്. ഈ പ്രദേശത്ത് കൂടി ഈ സന്ദേശം നൽകിക്കൊണ്ട് ഈ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ കടന്നു പോകുമ്പോൾ അവരുടെ ശ്രേഷ്ഠമായ ആ സമർപ്പണത്തെ ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുകയാണ്. അവരുടെ ത്യാഗനിർഭരമായ ഈ ശുശ്രൂഷ അവർ കടന്നു പോകുന്ന ഈ മണ്ണിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു യാത്ര കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല. ജീവനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു യാത്രയാവണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. അത് നമ്മളുടെ കുടുംബമായി നാം നടത്തേണ്ട ഒരു യാത്ര. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ആരംഭിക്കണം. അയൽവക്കക്കാർക്ക് മാതൃകയാകണം. ഈ ഒരു സന്ദേശം മറ്റുള്ളവരിൽ പകർന്നു കൊടുക്കണം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം മാതാപിതാക്കളാവുകയാണ് എന്നുള്ളത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പദവി മാതൃത്വവും പിതൃത്വവുമാണ്. ഈ ലോകത്തിലെ ഏറ്റവും അധികം സന്തോഷവും സമാധാനവും ആ ഒരു ഹൃദയ നിറവും ആത്മീയമായ നിറവും അനുഭവിക്കാൻ സാധിക്കുന്നത് ധാരാളം കുഞ്ഞുങ്ങളുള്ള പങ്കുവെക്കലിൻ്റെ ബലിജീവിതത്തിൻ്റെ സജീവമായ സാക്ഷ്യമുള്ള കുടുംബങ്ങളിലാണ് ഈ സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നത്, ഈ പർദീസാനുഭവം കണ്ടെത്താൻ സാധിക്കുന്നത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമ്മളുടെ കുടുംബങ്ങൾക്കുണ്ടാകട്ടെ, മാതാപിതാക്കൾക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധവൽക്കരിക്കാൻ, നമ്മുടെ യുവജനങ്ങളെ ബോധവൽക്കരിക്കാൻ, നവദമ്പതികൾക്ക് ആവശ്യമാകുന്ന പ്രചോദനവും ഉൾക്കാഴ്ചകളും നൽകാൻ, വിവാഹത്തോട് തന്നെ നിസ്സംഗത പുലർത്തുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ, നമ്മുടെ യുവജനങ്ങൾക്ക് കുടുംബജീവിതത്തിന് മഹത്വം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ തീർച്ചയായും ഈ യാത്ര സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ യുവദമ്പതികൾ അവരുടെ ജീവിതത്തിൽ അവരുടെ ഉത്തരവാദിത്വം എന്ത് എന്നുള്ള ആ ഒരു തിരിച്ചറിവുണ്ടാവാൻ പരിശുദ്ധാത്മാവ് അവർ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൻ്റെ സമ്പത്തും ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളും ഈ ഭൗതികമായ നന്മകളുമല്ല ഒരു ജീവിതത്തെ സമ്പൂർണ്ണമാക്കുന്നത് എന്നുള്ള ആ ഒരു ബോധ്യം എല്ലാവർക്കും ലഭിക്കാനിടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.